മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയും അനന്തവും കൂടി എല്ലാവരുടെയും തെരഞ്ഞതിന് ശേഷം അവരെവിടുന്നും കുഞ്ഞിനെ കാണുന്നില്ല. പിന്നീട് മാർക്കോ പറയാണ്, ഞാൻ എന്തായാലും ശരി ഒരു സ്ഥലം വരെ പോവട്ടെ, അവിടെ പോയി കഴിഞ്ഞാൽ വല്ല വിവരവും കിട്ടും എന്നിങ്ങനെ പറയുമ്പോൾ അനന്തു പറയാണ്, ഞാനിനി കണ്ണൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെയാണെങ്കിൽ മഹിയും ലേഖയും ആണെങ്കിൽ കുഞ്ഞിൻ്റെ വിവരം തിരക്കിയിട്ടിരിക്കുകയാണ്. എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് മാർക്കോ, നമ്മുടെ അവിടെ വന്ന ജാനമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവർ എന്തിനാ അടുക്കളയിലേക്ക് പോയത്? കുഞ്ഞിനെ വാതിൽ തുറന്നിട്ടിട്ട് എന്തൊക്കെയോ ഒരു സംശയമുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ശരി, കുഞ്ഞിനൊരു ആപത്തും സംഭവിച്ചിട്ടുണ്ടായില്ല, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വിവരങ്ങളെല്ലാം അറിയാം, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ്. അതേസമയം അനന്ത് പറയുന്നുണ്ട്, മാർക്കോ വിവരം എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നീ പറയണം എന്ന് പറയണേ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ അദൃശ്യ ശക്തിയുള്ള അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോ അങ്ങോട്ടേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അമ്മേ ആ കുഞ്ഞിനെ കാണാനില്ല, കണ്ണൻ സാറുടെയും മഹിയുടെയും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ടാ, ഞാൻ വിചാരിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്, എന്തെങ്കിലും ഒരു അറിവുണ്ടോ കുഞ്ഞിനെ പറ്റിയിട്ട്, എല്ലാവരുടെയും ഞങ്ങൾ അന്വേഷിച്ചു, ഒരാളാണ് കൊണ്ടുപോയിരിക്കുന്നത്, അത് CCTV ഞങ്ങൾ കാണുകയും ചെയ്തു, എന്നിട്ട് അത് ഒരു വേസ്റ്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്, അവിടെയും ഞങ്ങൾ പോയി തിരഞ്ഞു, അപ്പോൾ ഒന്നും കാണാനില്ല അമ്മേ, അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, കണ്ണനും മഹിയും ശരിക്കും ആ അയ്യപ്പ വിഗ്രഹം എവിടെയാണോ ഉള്ളത് അവിടെയാണ് താമസിക്കേണ്ടിയിരുന്നത്, അല്ലാതെ അവിടെ പോയി താമസിച്ചതിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അവിടെ സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കാരണമാണ് അവർ അനന്തുവിൻ്റെ വീട്ടിൽ പോയി നിന്നത് എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ശരി കുഞ്ഞിനെ കിട്ടും, അല്ലാതെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല ആ മോൾക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ആ അമ്മ അധികം ഒന്നും സംസാരിക്കാതെ ആകെ നിശബ്ദമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകുകയാണ് കേട്ടോ. മാർക്കോ ഇങ്ങനെ നോക്കുമ്പോൾ ആ അമ്മ നല്ല പ്രാർത്ഥനയിലാണ്. പിന്നീട് മാർക്കോ ഒന്നും ചോദിക്കുന്നില്ല. അതേസമയം കണ്ണനാണെങ്കിൽ അലഞ്ഞു തിരികെയാണ് കേട്ടോ, വണ്ടിയും കൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പോകുമ്പോൾ അനന്തുവിനെ വിളിക്കുകയാണ്. അനന്തു എന്തായടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനിനി തിരയാനൊന്നുമില്ല, സ്ഥലം ഒരു കുഴപ്പവും ഉണ്ടാവില്ല കുഞ്ഞിനെ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അനന്തു ഇങ്ങനെ പോകുമ്പോൾ പോലീസുകാരെ കാണും കേട്ടോ. പോലീസുകാരെ കണ്ടതും തന്നെ അനന്ത് നിർത്തുകയാണ്. അനന്ത് നിർത്തിയിട്ട് കാര്യങ്ങളെല്ലാം അവരോട് പറയുകയാണ്. ഒട്ടുപാല് പറഞ്ഞ ആളാണ് കൊണ്ടുപോയിരിക്കുന്നത്, അവൻ ആ വേസ്റ്റ് കൂമ്പാരത്തിലാണ് കൊണ്ടുപോയി കുഞ്ഞിനെ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനും മാർക്കോയും കൂടി പോയി നോക്കി, പക്ഷെ കുഞ്ഞിനെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ പോലീസുകാർ പറയുന്നുണ്ട്, ഇത്രയും ചെറിയ കുഞ്ഞിനെ നിങ്ങൾ നോക്കാതിരുന്നത് തന്നെ വലിയൊരു നഷ്ടവും കഷ്ടവുമാണ്, അതുപോലെ തന്നെ നിങ്ങൾ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയിട്ടു, അതാണെങ്കിൽ വളരെ മോശപ്പെട്ട സ്ഥലമാണ്, വല്ല നായ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്തോ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല സാറേ, ആ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിരിക്കില്ല, കാരണം ആ കണ്ണനും അവർ വിളിച്ചു കഴിഞ്ഞ് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, കുഞ്ഞിനെ നമുക്ക് ഇന്ന് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം മോഹിനി ഇങ്ങനെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, എൻ്റെ മോൾക്ക് നീലാംബരി മോൾക്ക് ഒന്നും സംഭവിക്കരുത്, എൻ്റെ കുഞ്ഞിനെ കിട്ടണേ ദൈവങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നീട് കണ്ണനെ വിളിക്കുകയാണ്, മോളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയും. അതേസമയം മോഹിനി പറയുന്നുണ്ട്, ഞാൻ മോളെ വിളിക്കുന്നില്ല, അവളോട് വിളിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മ എന്തായാലും വിളിക്കണ്ട, എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറയണ്. മോഹിനി ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അതിനുശേഷം മോഹിനി ഫോൺ വയ്ക്കുമ്പോൾ മുത്തശ്ശി വേഗം പോയിട്ട് പ്രതാപനോട് പറയുകയാണ്, പ്രതാപ കുഞ്ഞിൻ്റെ വിവരം ഒന്നും കിട്ടിയിട്ടില്ലടാ, കുഞ്ഞിന് എന്തോ പറ്റി എന്ന് പറയണ്, പിന്നെ അവളിവിടെ വരുമ്പോൾ നീ ഒരുപാട് സന്തോഷിക്കണ്ട എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, എങ്ങനെ അമ്മേ സന്തോഷം അടക്കി വയ്ക്കുക, അറിയാതെ തന്നെ സന്തോഷിക്കും, എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞു, ഇനി ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാം, പിന്നെ എനിക്ക് എന്തെന്നെ പ്രശ്നങ്ങൾ വന്നാലും ശരി എൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കുമല്ലോ, അത് മതി എനിക്ക് എന്ന് പറയും. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ആ മാർക്കോയാണ്,
ആ മാർക്കോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഉണ്ട്, പക്ഷേ ആ മാർക്കോൻ്റെ കൂടെയുള്ള ലോപ്പസ് പറയില്ലേ, അവനാണെങ്കിൽ തീരെ ഒരു മയമില്ലാത്തവനാണ്. എനിക്ക് ആകെ പേടിയാവുന്നു എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്തായാലും ശരി ജയിലിൽ പോവുകയാണ്. അമ്മയും മോൾക്കും കൊച്ചുമോൾക്കും കൂടി സുഖമായിട്ടിരിക്കുക. പിന്നെ ആ നൊണ്ടിക്കാലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. കാരണം എൻ്റെ മോളെ നോക്കാൻ പ്രാപ്തിയില്ലാത്തവൻ എന്തിനാണ്? അവനെ ആ മോളെയും കുഞ്ഞിനെയും നോക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ എൻ്റെ മോൾ ഇവിടെ സുഖമായി ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അതിന് ഈ കേസിൻ്റെ വേണ്ടിയിട്ട് ഈ സ്ഥലവും ഇതെല്ലാം വിൽക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അമ്മേ, അതെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ്. പിന്നീട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, എടാ അവൻ എഴുതി കൊടുത്ത ആ സ്ഥലവും ആ സ്വർണം കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി അതിനെ പറ്റിയിട്ടൊന്നും അമ്മ പറയണ്ട എന്ന് പറയണം കേട്ടോ. പിന്നീട് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണനാകെ ഓടിത്തളർന്ന് നിൽക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എന്താ ചെയ്യുക എന്നുള്ളതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും മാർക്കോ അങ്ങോട്ടേക്ക് വരിക. കാരണം കണ്ണൻ ഫോൺ ചെയ്തിട്ടുണ്ട് മാർക്കോയോട്, എന്താ സാറേ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും കിട്ടിയോ, വിവരം കിട്ടിയോ? കണ്ണനും ഒരു നിവൃത്തിയില്ലാതെയാണ് മാർക്കോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം മാർക്കോ പറയുന്നുണ്ട്, മോൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, മോളെ നമുക്ക് എന്തായാലും കിട്ടും, സാറ് പേടിക്കണ്ട എന്ന് പറയുകയാണ്. ഞങ്ങളെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, അനന്തൻ സാറും അന്വേഷിക്കുന്നുണ്ട്, ഞാനും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, അവിടെ മഹാലക്ഷ്മി ലേഖയുടെയും കാര്യം പറയാൻ പറ്റില്ല, അവിടേക്ക് കുഞ്ഞില്ലാതെ പോകാനും പറ്റില്ല, അവരുടെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറയുന്നു. അതേസമയം അവരെ കാണിക്കുന്നുണ്ട്, മഹാലക്ഷ്മി വളരെ വിഷമത്തോടു കൂടി കിടക്കുകയും അതേപോലെ ലേഖ കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശി കണ്ണു തുറന്നിങ്ങനെ നോക്കുകയാണ്. കാരണം മുത്തശ്ശിയുടെ ദിവ്യശക്തിയിൽ ആ കുഞ്ഞ് എവിടെയുണ്ട് എന്ന് കണ്ടെത്തുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ മാർക്കോയോട് വിവരം മുത്തശ്ശി പറയുകയും ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യും കേട്ടോ.